രേണുവിനെ പരസ്യമായി പരിഹസിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ജിസൈല്. രേണു വേണ്ട, ഇത്തരം വലിയ ടാസ്കിലേക്കൊന്നും രേണുവിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. രേണു അത് നശിപ്പിച്ചു കളയും. വിശദമായി പറയുകയാണെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി നമ്മുടെ ആദിലയും നൂറയും സാരികയും ജിസൈലും അക്ബറും അഭിലാഷൊക്കെ തന്നെയും സംസാരിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിലേക്ക് പോകാനായി അഭിലാഷ് സാരികനെയും രേണുവിനെയും നോമിനേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് എന്തിനാണ് ആര്യൻ ചിരിച്ചത്, അവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അക്ബർ എത്തിയത്. ആ സമയത്ത് ജിസൈൽ പറയുന്നു, അതോ എനിക്കാണ് രേണുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത. ഇത്രയും നല്ല ടാസ്കിൽ അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ടാസ്കിൽ രേണുവൊക്കെ പോയാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് രേണുവിനെ പറഞ്ഞു വിടേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം. എന്നാൽ നമ്മുടെ അഭിലാഷിന് ഇതുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജിസൈലിനോട് അഭിലാഷ് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടുകാരെല്ലാവരും കൂടി നല്ല പെർഫോമർ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെയല്ലേ വീട്ടിലേക്ക് വിട്ടത്, എന്നിട്ട് നിങ്ങൾ എന്താണ് അവിടെ വന്ന് കൊണ്ടുപോയത്? ജിസൈലിനോട് മുടി വെട്ടാൻ പറഞ്ഞു, അത് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആര്യന് വെട്ടാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ആരും വെട്ടിയില്ല? അവര് ടാസ്ക് അല്ല വലുത്, അവന്റെ സിൻസിയാരിറ്റി തന്നെയാണ്. ബിഗ് ബോസ് ഒരു ടാസ്ക് തരുമ്പോൾ എന്തായാലും അത് നമ്മൾ അനുസരിച്ചേ പറ്റൂ. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യമാണ്. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനോ ചെയ്യാനോ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ നോമിനേറ്റ് ചെയ്ത ഞങ്ങൾ തന്നെയാണ് തെറ്റുകാര് എന്നാണ് അഭിലാഷും പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ളവർ മാത്രമല്ല, അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് ഉള്ളവർ മാത്രമല്ല ടാസ്കിലൊക്കെ വിജയിക്കുന്നത്. അല്ലാത്തവർക്കും അതിലൊക്കെ തന്നെയും പറ്റും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരായിരിക്കും ചിലപ്പോൾ ചില ടാസ്കിലൊക്കെ തന്നെയും വിജയിക്കുന്നത്. എന്നാൽ ജിസൈൽ ഇവിടെ ചെയ്തത് രേണുവിനെ അങ്ങനെ പരസ്യമായിട്ട് പുച്ഛിക്കുകയായിരുന്നു. എന്നാൽ ജിസൈൽ പോയപ്പോൾ ജിസൈലിന് എന്തെങ്കിലും ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചോ? അതുമില്ല. സത്യം പറഞ്ഞാൽ ജിസൈൽ അവിടെ പ്ലിങ് ആയി പോയി എന്ന് പറഞ്ഞേ മതിയാകൂ. ചിലപ്പോൾ രേണുവിനെയാണ് ആ സ്ഥാനത്ത് പറഞ്ഞു വിട്ടത് എന്നുണ്ടെങ്കിൽ രേണു സത്യത്തിൽ വിജയിച്ചു തന്നെ വന്നിരുന്നേനെ. ജിസൈൽ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്, ഹിന്ദി ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ മുടി വെട്ടുന്നത് മൊത്തം ട്രിമ്മർ വെച്ച് കട്ട് ചെയ്ത് കളയുമെന്ന്. ജിസൈലിന് അത് അറിയാം, കട്ട് ചെയ്യുമെന്ന്. എന്നാൽ അത് തന്നെ ജിസൈലിന് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതും കഴിയില്ല എന്നുണ്ടെങ്കിൽ അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. ആര്യനും ജിസൈലും അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഇരുവരും മുടി വെട്ടില്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ അത് അനീഷിന്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. എന്നാൽ നമ്മുടെ അനീഷിന്റെ അടുത്ത് ഇത്തരം നീക്കങ്ങളൊന്നും തന്നെ ഏൽക്കില്ല. അനീഷ് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ ടാസ്ക് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും അനീഷിനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ജിസൈൽ ഇപ്പോൾ ആകെ നാണം കിട്ട ഒരവസ്ഥയിലാണ്. ജിസൈൽ വലിയ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചാണ് മത്സരിക്കാൻ വേണ്ടി പോയത്. എന്നാൽ ടാസ്ക് തന്നപ്പോഴോ ജിസൈൽ ആകെ പേടിച്ചു പോയി. ധൈര്യമില്ലാഞ്ഞിട്ട് തന്നെ 1000 പോയിന്റ് കൊണ്ടുപോയി കളയുകയും ചെയ്തു. ഇതാണ് പറയുന്നത്, ഒരു കാര്യവുമില്ലാതെ നമ്മൾ ആരെയും വിലയിരുത്തരുത് എന്ന്. രേണുവാണ് ജിസൈലിന് പകരം പോയത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിജയിച്ചേനെ.